അവസരം അവസരം ഇനിയുണ്ടോ അനുജ അശരണനാം നിനക്കീശനെ ഭജിക്കാം അവസരം ഇനിയുണ്ടോ അനുജ അശരണനാം നിനക്കീശനെ ഭജിക്കാം അവസരം ഇനിയുണ്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ നാട്ടിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക ചടങ്ങാണിത്. ഇത് തൃക്കൊടിത്താനം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവത്വമാണ് നടക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കിഴക്കോട്ട് എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് എൻ്റെ ഗ്രാമത്തിലേക്കാണ് അത് വരുന്നത്. 2 ദേവന്മാരെയും നരസിംഹമൂർത്തിയെയും മഹാവിഷ്ണുവിനെയും സ്വീകരിച്ച് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ ചടങ്ങാണിത്. ആ ഗ്രാമം മുഴുവൻ ഇതിനോടനുബന്ധിച്ച് എല്ലാവരും കൂടെ ഉണ്ടാവും. നമ്മുടെ ഭാരതത്തിൽ തന്നെ വളരെ വിരലെണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ നരസിംഹമൂർത്തിയുടെ. അപ്പോൾ അതിൽ കേരളത്തിൽ തന്നെ 3-4 ക്ഷേത്രങ്ങളേ ഉള്ളെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃക്കൊടിത്താനം നരസിംഹമൂർത്തി ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ളൊരു ചടങ്ങായി നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആബാലവൃത്ത ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുന്നംപുറം വലിയ പള്ളിയിൽ പെരുന്നാളായിരുന്നു. ആ പെരുന്നാളോടനുബന്ധിച്ച് തന്നെ റോഡ് മൊത്തത്തിൽ ബ്ലോക്കായിപ്പോയി. ഇവിടുത്തെയും അമ്പലത്തിലെയും പള്ളിയിലെയും ഒക്കെ ആഘോഷങ്ങളോടനുബന്ധിച്ച് റോഡ് മൊത്തത്തിൽ ബ്ലോക്കായിരുന്നു. ചങ്ങനാശ്ശേരി തൊട്ടേ ഇങ്ങോട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും മല്ലപ്പള്ളിക്കുള്ള റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. പോലീസുകാർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്ന് നിയന്ത്രിക്കാൻ. അപ്പോൾ നമുക്കിതിനോടനുബന്ധിച്ചുള്ള സ്വല്പം ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഭഗവാന്മാരെ രഥത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടുന്ന് ഭഗവാനെ സ്വീകരിച്ച് തിരിച്ച് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു വലിയ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് സഹോദരിമാർ കുഞ്ഞുങ്ങളും താലപ്പൊലി ഏന്തി ഭഗവാനെ ആനയിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പം കുന്നംപുറം പള്ളിയിലെ റാസ പോയതിന് ശേഷമേ ഇവിടുന്ന് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാം കൂടെ ജാമായി പോകും. അതിനുവേണ്ടിയാണ് ഇത്രയും താമസിച്ച്. അല്ലെങ്കിൽ സാധാരണ 6-7 മണിക്ക് മുമ്പായിട്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. ഇതിപ്പോൾ ഏതാണ്ട് 8 മണിയോളം കഴിഞ്ഞു. ഒരുപാട് പോലീസുകാരുണ്ട്. അവർക്കൊക്കെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.